മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ അതിവിപുലമായ രീതിയിൽ ആഘോഷങ്ങളോടുകൂടി ഒരു ഓണവും കൂടി കടന്നുപോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണക്കാലത്തിനെ വരവേൽക്കും. ഓണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു. അങ്ങനെ കുറേ ഓണവിശേഷങ്ങളെല്ലാം പങ്കിട്ട് കഴിഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ പല വിഭവങ്ങൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ സദ്യവട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെല്ലാവരും കഴിച്ച് തളർന്നിരിക്കുകയായിരിക്കും. കാര്യം പല വെറൈറ്റി പായസം. അപ്പോൾ എവിടെ ചെന്നാലും പായസ മത്സരം, പായസമേള, ഇങ്ങനെ മാറി മാറി വ്യത്യസ്തമായ പായസങ്ങൾ വീട്ടിലും പുറത്തും ഒക്കെ പരീക്ഷിച്ച് തളർന്നിരിക്കുന്ന ഒരു കൂട്ടം മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർ എന്തായാലും പലതരം പായസങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞെങ്കിലും ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പായസം പരീക്ഷിക്കാൻ തയ്യാറാവില്ലേ? അപ്പോൾ ഇത് ഓണവുമായി ബന്ധപ്പെട്ടല്ല, അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെറിയ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പായസമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിമ്പിൾ പായസം എന്ന് പറഞ്ഞാൽ ഈ ലളിതമായ ഈ പായസം സാധാരണയായിട്ട് നമ്മൾ പറയും വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസം ഏതാണ്? ഇത് ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയുന്ന കാര്യമാണ് സേമിയ പായസം, അല്ലേ? വേർമിസെലി കൊണ്ടൊരു പായസം, അതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ സേമിയ പായസം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഒരു വ്യത്യസ്തമായ സേമിയ പായസം. ഇത് നമ്മുടെ സേമിയ റാഗി പായസം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റാഗി സേമിയ ബിരിയാണി. സേമിയ 1 കപ്പ്, വെള്ളം 3 കപ്പ്, പാൽ 1 ലിറ്റർ, പഞ്ചസാര 1 കപ്പ്, റാഗി പൊടി 2 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, കിസ്മിസ് 25 ഗ്രാം. റാഗി സേമിയ പായസം തയ്യാറാക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഇതിലേക്ക് ആദ്യമേ തന്നെ നമ്മളൊരു 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് ഒഴിക്കാം. പിന്നെ സേമിയ നമ്മൾക്ക് ആവശ്യം 1 കപ്പ് സേമിയ, വറുത്ത സേമിയ. ഇപ്പോൾ വറുത്ത സേമിയയും പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് സേമിയ വാങ്ങിച്ച് വറുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ബ്രോക്കൺ റോസ്റ്റഡ് വേർമിസെലിയാണ് വാങ്ങാൻ കിട്ടും. അത് 1 കപ്പോളം അളന്നെടുക്കുക. അതിവിടെ റെഡിയാക്കി വെക്കാം. പിന്നെ 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചു. ഇനി നല്ലതായിട്ട് തിള വരുമ്പോൾ നമ്മുടെ സേമിയ അതിനകത്തേക്കിട്ട് വേവിക്കുന്നു. സേമിയ വേകുന്ന അത്രയും സമയം മാത്രം. പിന്നെ നമുക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ അളവ് പറയുന്നത്. അപ്പോൾ 1/2 ലിറ്ററായിട്ട് മാറ്റി വയ്ക്കുക. എന്തിനാണ് ഈ 1/2 ലിറ്ററായിട്ട് മാറ്റി വയ്ക്കുന്നത് പാല്? അതിന് പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ പാല് നമ്മൾ ഒരു സ്റ്റേജിൽ ചേർക്കും. ബാക്കിയിരിക്കുന്ന 1/2 ലിറ്റർ പാൽ സെക്കൻഡ് സ്റ്റേജിലാണ്, രണ്ടാമത്തെ ഒരു സ്റ്റേജിലാണ് ചേർക്കുന്നത് അവസരത്തിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വ്യത്യസ്തമായ സേമിയ പായസം നമ്മൾ തയ്യാറാക്കുന്ന രീതി. അപ്പോൾ ഇനി ഇതൊന്ന് വെള്ളം തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ വെർമിസെലി അതിനകത്തേക്കിട്ട് വേവിക്കും. ഇപ്പോൾ വെള്ളം നല്ല തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റഡ് വെർമിസെലി സേമിയ വറുത്തത് ചേർക്കാൻ പോകും. നന്നായിട്ടൊന്ന് തിളച്ച് വീണ്ടും സേമിയ അതിൽ കിടന്നൊന്ന് വേകണം. വെന്ത് ഇങ്ങനെ വരുന്ന ഒരു, അതായത് വെള്ളം ഒന്ന് കുറച്ച് വറ്റി തുടങ്ങണം. സേമിയ ഏതാണ്ട് പകുതി വേഗമാകുമ്പോൾ ഒരു 1/2 ലിറ്റർ പാലും കൂടി അതിനകത്തേക്ക് ഒഴിക്കും. 1/2 ലിറ്റർ പാൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. പെട്ടെന്ന് തന്നെ മൃദുവായി മാറും, വളരെ ടെൻഡറാകും. വിചാരിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. സാധാരണ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് സേമിയ പായസം പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ഇതിന് പക്ഷേ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഭയങ്കര വ്യത്യസ്തമായൊരു സ്വാദായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. കാര്യം ഇത് നമ്മൾ റാഗി എന്ന് പറഞ്ഞാൽ കൂവരക്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യമാണ് കൂവരക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂവരക പൊടിയും കൂടി ചേർത്തിട്ടല്ലേ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ഗുണം ഉണ്ടാവും. നല്ല തണുപ്പാണ്. കൂവരകം എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റുള്ള കാര്യമാണ്. കഴിച്ചാൽ നല്ലതാണ്, വയറിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാം. പിന്നെ ഇത് ഓവർ സ്വീറ്റ് അല്ല. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല മധുരം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് അളവ് പറയുന്നത്. അത് അത്ര വലിയ സ്വീറ്റ് അല്ല, ഒരു ആവറേജ് മധുരമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സേമിയ വീണ്ടും വെള്ളത്തിൽ കിടന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു പകുതി വേഗമായി. ഇനി വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ 1/2 ലിറ്റർ. പാലിൻ്റെ കൂടെ കിടന്ന് സേമിയ ഒന്ന് വേകണം, വെന്തൊന്ന് കൊഴുത്ത് വരും. ആ സമയം വരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സേമിയെല്ലാം പാകത്തിന് വെന്ത്
നന്നായിട്ടൊന്ന് കൊഴുത്ത് കഴിഞ്ഞു. പാലെല്ലാം ഇങ്ങനെ കുറുകി ഇങ്ങനെ വരുന്നൊരു സ്റ്റേജ്. നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര. അപ്പോൾ ഇത് 1 കപ്പ് പഞ്ചസാര, അളന്ന് വെച്ച 1 കപ്പ് പഞ്ചസാരയും ചേർത്തു. ഇനി പഞ്ചസാരയുടെ കൂടെ കിടന്നിട്ട് ഒന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് വേകണം. അപ്പോൾ ആ സേമിയയുടെ ഉള്ളിലേക്കൊക്കെ മധുരം കുറച്ച് പിടിക്കും. ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാൽ. അപ്പോൾ നമ്മളുടെ ഈ 1/2 ലിറ്റർ പാലിൽ 2 ടേബിൾ സ്പൂൺ റാഗി, അതായത് കൂവരകിൻ്റെ പൊടി, ഇത് കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചെടുക്കാം. കുറച്ച് പാലാദ്യം എടുത്തിട്ട് ഈ റാഗി പൗഡർ, കൂവരകിൻ്റെ പൊടി ഒന്ന് യോജിപ്പിക്കും. ആദ്യം കട്ടയില്ലാണ്ടൊന്ന് യോജിപ്പിച്ചിട്ട് ബാക്കി പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ നിറം, വൈറ്റ് നിറം മാറി ഒരു ചെറിയൊരു ലൈറ്റ് ചോക്ലേറ്റ് കളറായിട്ട് മാറും. അതാണ് ശരിക്കുള്ള നിറമായി പോകും ഇതിൻ്റെ നിറം. അപ്പോൾ നമ്മുടെ കൂവരക പൊടി കുറച്ച് പാലിൽ ആദ്യം മിക്സ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ബാക്കിയിരിക്കുന്ന പാലിലേക്ക് യോജിപ്പിക്കാം. ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത് റാഗി പൗഡർ കലക്കി, അതായത് കൂവരക പൊടി കലക്കിയ 1/2 ലിറ്റർ പാൽ, അത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സേമിയ പായസത്തിലേക്ക്, ഇപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തിള വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു ചോക്ലേറ്റ് കളറായി മാറുന്ന കണ്ടോ പായസത്തിൻ്റെ നിറം? ആ വൈറ്റ് കളറൊന്നും മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകും. അപ്പോൾ ഈ റാഗി ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കുറുകലും കൂടി ഉണ്ടാവും. നമ്മൾ ഈ പഞ്ഞിപ്പുല്ല് കുറുക്കില്ലേ, അതുമാതിരി. പക്ഷേ അതുപോലെ അത്രയും തിക്കായിട്ടല്ല നമ്മൾ കുറുക്കുന്നത്. എങ്കിലും ഈ പായസം ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ വെള്ളവും പാലും ഒക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിനെക്കാട്ടിലും പിന്നെ ഇത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ ഉടനെ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും. എങ്കിലും ഇരുന്നൊരു കുറുകലുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ടാണ് ഇത്രയൊക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ അതും പോലെ കുറച്ചുകൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് പാലോ ചൂടുവെള്ളമോ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ ഉണ്ടാക്കി പെട്ടെന്നൊക്കെ തന്നെ കുടിച്ച് തീർക്കുകയാണെങ്കിൽ അത് ധാരാളം മതി. പിന്നെ കുറേ നേരം വെച്ചിരിക്കുവാണെങ്കിൽ പിന്നെയും ഇരുന്നിരുന്ന് കുറുകും. അന്നേരം കുറച്ച് ചൂടുപാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് കുറച്ചൊന്ന് ലൂസൻ ചെയ്യണം, അത്രേ ഉള്ളൂ. മധുരമൊന്നും പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മധുരമുണ്ട്. ഇപ്പോൾ നമ്മളുടെ പായസം കുറുകി തുടങ്ങി. ഇതേ നോക്കൂ, കുറുകിയ പായസം. ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറല്ലേ, വൈറ്റ് കളറല്ലല്ലോ നമ്മുടെ പായസം, ചോക്ലേറ്റ് കളർ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്. ഇനി നമ്മൾ 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. നല്ലൊരു പായസത്തിൻ്റെ മണം, ഏലക്കയുടെ മണമാണ് പായസത്തിൻ്റെ മണമായിട്ട് നമ്മളുടെ ഒരു കോൺസെപ്റ്റ്. ഏലക്ക മണം കേൾക്കുമ്പോൾ നമുക്ക് പായസം ഓർമ്മ വരും. അപ്പോൾ നല്ല കുറുകിയ പായസം ആയിക്കഴിഞ്ഞ് ഇനി ഇത് ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകും. പിന്നെ പെട്ടെന്ന് തീർത്തില്ല, കുറേ നേരം വെച്ചിരുന്നാണെങ്കിൽ പിന്നെയും കുറുകിയിരിക്കും. അപ്പോൾ ഇച്ചിരി ചൂടുപാൽ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സേമിയ റാഗി പായസം. പക്ഷേ ഇനി ഇതിൽ കുറച്ച് കാര്യമുണ്ട്. നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇടണം. അപ്പോൾ നമുക്കൊരു വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു അലങ്കാരമായിട്ട് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൻ്റെ മുകളിലേക്ക് വറുത്തിടാം. അടുപ്പിൽ നിന്നും മാറ്റും. പായസം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഒരു ബൗളിലേക്ക് കണ്ടില്ലേ, ലൈറ്റ് ചോക്ലേറ്റ് കളറാണ്, നല്ല സ്വാദാണ്. ഇനി നമ്മളെന്താ ചെയ്യുന്നത്? കുറച്ച് നെയ്യ് ചൂടാക്കാം. നെയ്യ് നല്ല ചൂടായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് പായസത്തിൻ്റെ മുകളിലായിട്ട് ഒഴിക്കും. നെയ്യ് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അളവാണ്. 25 ഗ്രാം വെച്ചെങ്കിലും മിനിമം ഇടുക. കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം, പ്രശ്നമില്ല. കുറച്ച് കിസ്മിസ് കൂടി ചേർക്കാം.
അണ്ടിപ്പരിപ്പും കിസ്മിസും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ നെയ്യോടുകൂടി നമ്മളത് പായസത്തിൻ്റെ വെള്ളയ്ക്ക് ഒഴിക്കും. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു സിമ്പിൾ പായസം അല്ലെങ്കിൽ ലളിതമായ ഒരു പായസം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് റാഗി സേമിയ പായസം. അപ്പോൾ ഓണത്തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ധാരാളം പായസങ്ങൾ പരീക്ഷിച്ച് തളർന്നിരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ ഈ സിമ്പിൾ പായസം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പായസവും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണത്തിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആ വെജിറ്റേറിയൻ മൂഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ വ്യത്യസ്തമായ കുറേ വിഭവങ്ങൾ ഓണ സമയത്ത് സദ്യവട്ടങ്ങളുടെ കൂട്ടത്തിൽ പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കറികൾ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. എങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കുന്ന ചില വിഭവങ്ങളും കൂടി നമുക്കിനി പരീക്ഷിക്കാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു പച്ചടിയാണ്. പച്ചടി പലതരമുണ്ട്. അപ്പോൾ നമ്മൾക്കും ഒരു വ്യത്യസ്തമായ പച്ചടി പരീക്ഷിക്കണ്ടേ. ഇത് ടൊമാറ്റോ പൈനാപ്പിൾ പച്ചടി. വ്യത്യസ്തമായതാണ്, ഉണ്ടാക്കാൻ എളുപ്പം, രുചികരവുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1.5 കപ്പ്, ടൊമാറ്റോ 2 വലുത് ചതുര കഷ്ണങ്ങളാക്കിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, വെള്ളം 1.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1 കപ്പ്, കടുക് 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം. ഇനി മറ്റു ചേരുവകൾ: പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്. താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 2 3, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി ടൊമാറ്റോ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് നമ്മൾ പൈനാപ്പിൾ ഏകദേശം 1.5 കപ്പോളം, 1.5 2 കപ്പായാലും കുഴപ്പമില്ല, നല്ല പഴുത്ത പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ച്, തീരെ പൊടിയായിട്ടല്ല, കൊത്തി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചത്. അതിനോടൊപ്പം 2 ടൊമാറ്റോ, അതും കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഏതാണ്ട് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. 1/2 മുതൽ 3/4 ടീസ്പൂൺ. പിന്നെ നമ്മൾ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം, ഏതാണ്ട് ഒരു 1.5 കപ്പോളം വെള്ളവും കൂടി ചേർക്കണം. ഇതൊന്ന് വേകണം, നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായി വരണം. പാത്രം അടച്ചിട്ട് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പും തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത്, എന്തായാലും തേങ്ങയിലേക്ക് 2 പച്ചമുളകും തേങ്ങയും 1 ടീസ്പൂൺ കടുവും കൂടി ചേർത്ത് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട. സാധാരണ നമ്മൾ പച്ചടിക്ക് നല്ല പേസ്റ്റ് ആക്കും, മഷി പോലെ ആയിരിക്കും. പക്ഷേ ഈ പച്ചടിക്ക് മഷി പോലെ അല്ല അരയ്ക്കേണ്ടത്, കുറച്ച് ഒരു അവിയലിൻ്റെ പാകത്തിന് അരച്ചെടുക്കുക. അപ്പോൾ ഒരു വെണ്ണ പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരി വേണം. അപ്പോൾ അവിയലിന് നമ്മൾ എങ്ങനെയാണ് അരപ്പെടുക്കുന്നത് അതേപോലത്തെ അളവ്, അതായത് തോരനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒന്ന് അരയണം ആ പാകത്തിന്. അപ്പോൾ കടുക് ലാസ്റ്റ് സ്റ്റേജിൽ അരച്ചാലും മതി. എന്തായാലും കുഴപ്പമില്ല, കാര്യം ഇത് ഒരുപാട് അരയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ 2 പച്ചമുളകും 1 ടീസ്പൂൺ കടുകും 1 കപ്പ് ചെറിയ തേങ്ങയും കൂടി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ചിട്ട് വരാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഏതാണ്ടൊക്കെ പകുതി വെള്ളം വറ്റണം. അപ്പോൾ നമ്മളുടെ അരപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അവിയലിൻ്റെ പാകത്തിന് അരയ്ക്കുക, അത്രയ്ക്ക് അരഞ്ഞാൽ മതി. തോരനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു കുഴമ്പായിട്ട് അരച്ചെടുക്കണം, പക്ഷേ കുറച്ച് തരികൾ വേണം. ഇത് കടുക് 1 ടീസ്പൂൺ, 1 കപ്പ് തേങ്ങ ചിരകിയത്, അതിനോടൊപ്പം 2 പച്ചമുളക്. അപ്പോൾ നമ്മളുടെ പൈനാപ്പിളും ടൊമാറ്റോയും ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിരുന്നു, അത് ഏതാണ്ടൊക്കെ കുറച്ച് വറ്റാറായി. കഷ്ണങ്ങളൊക്കെ പാകത്തിന് ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തിരുന്നില്ല, കുറച്ച് ഉപ്പ്. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തു, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഉപ്പും ചേർത്തു. അപ്പോൾ ഏതാണ്ട് ടൊമാറ്റോയുടെ പീസൊക്കെ ഏതാണ്ട് വെന്ത് ചെറുതായിട്ടൊക്കെ ഉടഞ്ഞു തുടങ്ങി. പൈനാപ്പിളും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതും കൂടി ചേർക്കാം. പഞ്ചസാര, ഉപ്പ്, കാര്യങ്ങളൊക്കെ ആയി.
ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട്. തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കാം. ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഒരുപാട് പേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മഷി പോലെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചത് അരപ്പിട്ടിട്ട് കൈയെടുക്കാണ്ട് ഇളക്കണം. ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കാൻ മാത്രമേ പാടുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ച് നമ്മളിങ്ങനെ തരിതരിപ്പായിട്ടല്ല അരച്ചിരിക്കുന്നത്. ഫൈൻ പേസ്റ്റ് അല്ല, മഷി പോലെയല്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇച്ചിരി ചൂടായി എന്ന് പറഞ്ഞൊന്നും സംഭവിക്കില്ല, പിരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറി അരപ്പ് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകണം. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പം നമ്മൾ പച്ചമുളക് അധികം ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണെങ്കിലാണ് 2 എണ്ണം, നല്ല എരിവാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ആയാലും മതി. 3/4 ടീസ്പൂൺ വേണം നിർബന്ധമില്ല. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്യാം. പിന്നെ മധുരം 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇച്ചിരി കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിലും ആകാം. ഇതൊന്നും കൂടി ഒന്ന് തിളച്ചൊന്ന് കുറുകട്ടെ, കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം അരപ്പെല്ലാം ഒന്ന് കുറുകി പച്ച ചുവയൊക്കെ മാറി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഉപ്പ്, മധുരം ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക. പിന്നെ ഇതിൽ നമ്മൾ സാധാരണ പച്ചടിയിലൊക്കെ തൈരൊക്കെ ചേർത്താൽ മതി. ഇതിൽ നമ്മൾ തൈരൊന്നും ചേർക്കില്ല. അപ്പോൾ തൈര് ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പച്ചടിയാണ്. ഇതിലെ പുളി എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോയുടെയും പൈനാപ്പിളിൻ്റെയും നിന്ന് കിട്ടുന്ന പുളിയാണ് ഇത്. അപ്പോൾ ഏതാണ്ടായി. ഇനി അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് ഈ അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയിട്ട് താളിച്ചിടാം. വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് താളിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ. ഞാൻ എന്തായാലും ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നില്ല, സാധാരണ താളിക്കൽ മാത്രം. അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയാണ്. നമ്മളിതൊരു നാടൻ രീതിയിലല്ലേ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ നല്ല ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക്, വറ്റൽമുളക് 2, 3, 4 എല്ലാം ഇടാം. ആവശ്യത്തിന് കറിവേപ്പില. കുറച്ച് മാറി നിന്നത്. അപ്പോൾ താളിക്കൽ പരിപാടി കഴിഞ്ഞു. നെറ്റി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ താളിച്ചൊഴിച്ചു. അപ്പം നമ്മളുടെ പൈനാപ്പിൾ ടൊമാറ്റോ പച്ചടി അഥവാ ടൊമാറ്റോ പൈനാപ്പിൾ പച്ചടി റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ കളർഫുള്ളാണ്. കാര്യം മഞ്ഞയും ഓറഞ്ചും, അതായത് റെഡിഷ് ഓറഞ്ച് ടൊമാറ്റോ, അത് രണ്ടും കൂടി ചേർന്ന് വരുന്നൊരു കളർ കോമ്പിനേഷൻ. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ, വളരെ കളർഫുള്ളായ, കാണാൻ സുന്ദരിയായിട്ടുള്ളൊരു കറി നമ്മുടെ
ഫ്രണ്ടിൽ റെഡി ആയിരിക്കുവാണ്. കാര്യം പൈനാപ്പിൾ ആൻഡ് ടൊമാറ്റോ കോമ്പിനേഷൻ അത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കോമ്പിനേഷനല്ല, പക്ഷെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പക്ഷേ കൂട്ടത്തിൽ 1-2 കറികളുടെ കൂട്ടത്തിൽ ഒരു കറിയായിട്ട് ഉപയോഗിക്കാം. ഇത് മാത്രമായിരുന്നു കാര്യം ഇതൊരു മധുരവും എരിവും പുളി എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കറിയാണല്ലോ, പക്ഷേ ഒരു നല്ലൊരു തൊടുകറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പച്ചടികളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായൊരു പച്ചടി. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അരപ്പരയ്ക്കുന്ന സമയത്ത് കടുക് ഒരുപാട് അരഞ്ഞു പോകരുത്, എന്നാലൊരു കയ്പ്പ് രസം വരും. ഒന്ന് പൊട്ടിക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് അരച്ചിട്ട് അതിൻ്റെ അരവ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് മാത്രമേ ആ കടുക് ഇടാവുള്ളൂ. കടുക് ഒന്ന് പൊട്ടിയാൽ മാത്രം മതിയാവും. ആ രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ വേണം, പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ഈ രീതിയിൽ തന്നെ കാണണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പച്ചടി തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള വിഭവങ്ങളായിരുന്നു. കാര്യം നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ തയ്യാറാക്കി തളർന്നിരിക്കുന്ന സമയമല്ലേ, ഓണം സീസണെല്ലാം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ 2 വിഭവങ്ങൾ, ഒരു സിമ്പിൾ പായസം, നമ്മളുടെ റാഗി സേമിയ പായസവും പൈനാപ്പിൾ ടൊമാറ്റോ പച്ചടി. അപ്പോൾ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാമിലൂടെ